അമ്മേ മോനെ, ലക്ഷ്മിയെ കാണാനില്ലടാ. അവളെടുത്ത് മാറരുന്ന് അമ്മയോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. തൊണ്ടവേദനയുണ്ട്, കുറച്ച് ചൂടുവെള്ളം വേണം അമ്മയെന്ന് പറഞ്ഞപ്പോ ഞാനിത് എടുക്കാൻ പോയതാ മോനെ. ചേട്ടാ ലക്ഷ്മിയെ കാണാനില്ല. എനിക്ക് ഉറപ്പാ അവൾ അവന്റെ കൂടെ പോയിട്ടുണ്ടാവും. അവൻ നമ്മളെ ചതിക്കൊന്നും ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ചേട്ടൻ ബസ് സ്റ്റാൻഡിൽ ഒന്ന് പോയി നോക്ക്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോവാ. ചേട്ടാ, ചേട്ടന് പരിചയമുള്ളല്ലേ ഇവിടുത്തെ സർക്കിളിനെ? ഒന്ന് പെട്ടെന്ന് വിളിച്ചു പറയേ, അവള് സ്വർണം കൊണ്ടുപോയിട്ടുണ്ട്. ചേട്ടാ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടോ? കുറച്ച് സ്പീഡ് ആയിക്കോട്ടെടാ. അതെ, വീട്ടിലിപ്പോ അവരൊക്കെ എന്നെ തെരയുണ്ടാവും. എനിക്ക് പേടിയാവാ. അപ്പൊ ഞാൻ ഭയങ്കര ധൈര്യത്തിലിരിക്കുന്ന നീ വിചാരിച്ചിരിക്കണേ? ചേട്ടന്മാരുടെ മുന്നിലേക്ക് ചെന്ന് പെട്ടാ നീ എന്നെ പേടിപ്പിക്കാണ്ടിരിക്കും. അതെ, എന്റെ കല്യാണം ഉറപ്പിച്ച കാരണട്ടാ ഞാൻ ഈ റിസ്ക് എടുത്തേ. നീ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ കയ്യിൽ 5ന്റെ പൈസ അല്ലാട്ടാ. കാശും സ്വർണ്ണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓ അത് മതി. അതെ, 2 ഗ്രാമിന്റെ മോതിരം ഞാൻ ബാത്റൂമിൽ വെച്ച് മറന്നു. ഓ അത് സാറില്ല. നമ്മൾ എങ്ങനെ വിളിച്ചോട്ട് പോണേ? ബാംഗ്ലൂർക്ക്. അതെയാ? ഞാൻ ബാംഗ്ലൂർക്ക് ആദ്യമായിട്ട് വിളിച്ചോട്ട് പോണേ. ഒളിച്ചോടി പോവാ രണ്ടാളും. അതെ, ഇത് പരസ്യമായിട്ട് പോണവർക്കുള്ള വണ്ടിയാണ്. ഇങ്ങോട്ട് ഇറങ്ങിയേ, ഇങ്ങോട്ട് ഇറങ്ങ്. എന്തുട്ടാ നീ സ്ലോ മോഷൻ ഇറങ്ങണ? ഇറങ്ങിയ നീ. എന്തുട്ടാ നിന്റെ പേര്? ജ്യൂസ്. ജ്യൂസാ? നീ ആ മൊബൈലിലാണ് എടുത്തണ സുരേഷിന്റെ പെങ്ങളല്ലേ? എന്തുട്ടാ നിന്റെ പേര്? ലക്ഷ്മി. ലക്ഷ്മി? അപ്പൊ ഇന്റർകാസ്റ്റ് വിളിച്ചോട്ടാ. എന്റെ കർത്താവേ, ലക്ഷ്മി ദേവി വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ പോക്കണ്ട. കെട്ടിക്കാൻ വെച്ച പണം മണ്ടൊക്കെ ആയിട്ട്. എൻ്റെ മോളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അപ്പനും അമ്മ അവിടെ എത്രമാത്രം വിഷമിക്കണ്ടാവും അറിയോ നിനക്ക്? ആ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അപ്പനും അമ്മേനെക്കാളും വിശ്വാസ ഇന്നലെ കണ്ട ഈ ഗുൽഗാനെ. താൻ വലിയ ഡയലോടിക്കാണ്ട് വണ്ടി എടുത്തേ. എന്തുട്ടാന്ന്? താൻ വണ്ടി എടുക്ക്, എന്നിട്ട് കാശ് വാങ്ങിട്ട് പോവാൻ നോക്ക്. ഓ അങ്ങനെയാ? എന്നാ ഒരു കാര്യം ചെയ്യ്, 2000 രൂപ നീ. എത്ര? 2000 രൂപ. 2000? ആ, ഈ റെയിൽവേ സ്റ്റേഷൻ വരെ പോവാനാ? ആ അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ വണ്ടി പോവില്ല. എന്താ ചേട്ടാ 2000 എന്നൊക്കെ പറഞ്ഞാല് എന്ത്? അതൊരു കാര്യം ചെയ്യ്, കാശൊന്നും തരണ്ട, നീ വണ്ടി കയറിയോ, നീ വീട്ടിൽ കൊണ്ടുവിടാ. വണ്ടിയൊന്നുമല്ലോ. ജോസ് കൊടുക്കാന്ന് പറയ്, ചെല്ല്. ഒളിച്ചോട്ടത്തിനൊക്കെ മിനിമം കൂലി 2000 ഒക്കെ വേണ്ട ചേട്ടാ. അത് പോരക്കാൻ ചേട്ടാ, ആ ഒളിച്ചോട്ടത്തിന് കാശ് കൂടുതലുണ്ട്, അതാണ്. ചേട്ടാ 2000 തരാ. ആ പിന്നെ ആദ്യം പറഞ്ഞോളൂ നിനക്ക് ഓട്ടോക്കാരടുത്ത് കളിക്കണം. അപ്പൊ നീ വരണില്ലേ? ഓ അപ്പൊ കേറ്. എന്നാലും ഇത് കുറച്ച് കടുപ്പായിട്ടേട്ടാ. എന്നൊരു അടുപ്പം ഒരു കാര്യം ചെയ്യ്, അത് കയ്യിൽ തന്നെ വെച്ചോ. ആദ്യമായിട്ട് വിളിച്ചോടുകയല്ലേ? നീക്കടാ അവനെ പറ്റിക്കോ? ഇല്ലേട്ടാ, എനിക്കുള്ള വലിയ ഇഷ്ടാ. വാ, ഒരു കാര്യം ചെയ്യ്, ഇത് പെട്ടെന്ന് തന്നെ അയക്കോ, അല്ലെങ്കിൽ വീട്ടുകാർ ശ്രമിക്കില്ല. എന്തെന്ന്? പൊട്ട ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗർഭാക്കിയാലേ ഇവളുടെ വീട്ടുകാർ ശ്രമിക്കുള്ളൂന്ന് മനസ്സിലായി നിനക്ക്? സൂക്ഷിച്ച് ഒളിച്ചോട്. പോട്ടേട്ടാ. അതെ, ഞാൻ ആദ്യമായിട്ടാ ട്രെയിനിക്കാരനെ. ഭർത്താവേ വീട്ടിലെ കാത്തോണേ. എന്നാ നീ ഗൾഫിൽ നിന്ന് വന്നത്? ഇന്നലെ എത്തി. എന്നാ മടങ്ങി പോകുന്നത്? ഗൾഫുകാരോട് ഇതല്ലാതെ വേറെ ഒന്നും ചോദിക്കാനില്ല. അല്ല, എന്താടേ നീ നിന്റെ ഭാര്യയെ ഗൾഫിൽ കൊണ്ടുപോകാത്തത്? എനിക്കും വേണ്ട ചേട്ടാ ഒരു ലൈഫൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെ സുഖം.
ആ കണ്ടില്ലേ എത്ര അവധികളാ, എത്ര ഹർത്താലുകളാണ് ഇവിടെ ആഘോഷിക്കാൻ കിട്ടണേ. ഇതുപോലൊരു 3-4 ഹർത്താൽ ഗൾഫിൽ കിട്ടിയിരുന്നെങ്കിൽ ആ കേരളത്തിൽ അവധി കിട്ടുന്നത് ഇങ്ങനെ മാത്രമല്ലല്ലോ, സർക്കാരുമൊക്കെ കുറേ അവധികൾ, പിന്നെ വിവിധ തരം മതക്കാർക്ക് വേണ്ടി വിവിധ തരം അവധികൾ. ഇത്രയും അവധികളുള്ള ഒരു സംസ്ഥാനം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. ഇന്നിപ്പോ എന്തിനാ ഹർത്താല്? ആ അതെ, ഡോറില്ലാത്ത ബസ് എന്നൊരു പെണ്ണും പിള്ള വീണ് നടുവോടിഞ്ഞു. നിർത്താതെ പോയ ബസ് നാട്ടുകാരെല്ലാം ചേർന്ന് ഓടിച്ചിട്ട് പിടിച്ച് തല്ലിപ്പൊളിച്ചു. അത് തന്നെ കാരണം. ഹർത്താൽ നടത്തിയ ആളുകൾ വീഴാണ്ടിരിക്കോ? ചിലപ്പോ ബസ്സിന് ഡോറ് പിടിപ്പിച്ച ആളുകൾ വീഴാണ്ടിരിക്കും. ആ അത് തന്നെ. പക്ഷെ അവര് പറയണേല് കാര്യം കേട്ടാ. അവറ്റോള് പറയണേ എപ്പോഴെപ്പോഴും ഡോർ അടയ്ക്കുകയും തുറക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിചാരിക്ക് കംപ്ലൈന്റ് വരും ഇത്ര. ഇവറ്റോളൊക്കെ എന്താ ചെയ്യണ്ടേ? ചായണ്ട ഒരെണ്ണം തരാൻ? തരാലോ. ആ ചേട്ടൻ, ആ. നമ്മുടെ ബട്ടർഫ്ലൈ ഹോസ്റ്റലിലേക്ക് എളുപ്പ വഴിയെല്ലാം ഉണ്ടോ? എളുപ്പ വഴിയൊന്നുമില്ല. ഹോസ്റ്റലിൽ ചെല്ലണമെങ്കിൽ നേരെ തന്നെ പോകണം. വാ, നടന്നു പടളവില്ലോ. എവിടുന്നാ പറഞ്ഞേ? ഞാന് തൃശ്ശൂര് എറണാകുളര. ആ. കേട്ടോ ചേട്ടാ ഒരു ചായ വരൂ. ഇവിടെ അവിടത്തേക്ക് ഇനി വണ്ടി കിട്ടണമെങ്കിൽ 4-5 മണിക്കെങ്കിലും ആവണം കേട്ടോ. ചേട്ടാ ഒരു ചായ. ഇവിടെ ചായ വാ. ചേട്ടൻ ഏ? ചേട്ടൻ അങ്ങോട്ടൊരു ചായ കൊടുക്ക്, പൈസ ഞാൻ തരാം. കാലിയാ. താങ്ക്സ്. ആ